നമ്മുടെ ഏവരുടെയും സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് കടന്നു വന്ന മഹാഗുരുക്കപ്പുരമായ കുവൈറ്റ് കൾച്ചറൽ അസോസിയേഷൻ 2008 ഈ കലാസന്ധ്യയിലേക്ക് ഞങ്ങൾ ഹർദവുമായി സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട വിശിഷ്ടാതിഥികളെ, സ്നേഹം നിറഞ്ഞ ജ്ഞാനായ മക്കളെ, ആദ്യമായി തന്നെ നിങ്ങൾക്കെല്ലാവർക്കും സമ്പൽ സമൃദ്ധമായ ഓണാശംസകൾ നേർന്നുകൊള്ളട്ടെ. കഴിഞ്ഞ വാരം ഞാൻ കേരളത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. എന്നാൽ സന്തോഷപ്രദമായ ഒന്നും അവിടെ എനിക്ക് കാണാൻ സാധിച്ചില്ല. എവിടെ നോക്കിയാലും ഒരു മൂകത അനുഭവപ്പെട്ടു. അതിന്റെ കാരണം അന്വേഷിച്ച് ഞാൻ നടക്കുമ്പോൾ എനിക്ക് അറിയുവാൻ സാധിച്ചത് ബന്ദ് എന്ന ഒരു പ്രവണത കേരള ജനതയെ ഇന്ന് കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. കള്ളവും ചതിയും ഇല്ലായിരുന്ന കേരളത്തിൽ ഇന്നത് മാത്രമാണുള്ളത്. എന്തിനേത് പറയുന്നു? പിതാവ് സ്വന്തം മകളെ പീഡിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് ഇന്ന് കേരളം എത്തി നിൽക്കുകയാണ്. ഈ അവസ്ഥ ഞാനും നിങ്ങളും ചേർന്ന് നമുക്ക് മാറ്റുവാൻ ശ്രമിക്കാം. കള്ളവും ചതിയുമില്ലാത്ത ഒരു നാട് നമുക്ക് കെട്ടിപ്പടുത്താം എന്ന് എല്ലാവരോടും ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവർക്കും എന്റെ പേരിലും KKCയുടെ നാമത്തിലും ഓണാശംസകൾ നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. Mr. Stephen Totikar, the President of KKCA, for the Presidential Address. His Excellency Bishop, നമ്മളുടെ വിശിഷ്ടാതിഥിയായിരുന്നു. അദ്ദേഹം തിരക്കുകൊണ്ട് പോയി. നമ്മുടെ ബിഷപ്പിനും അതുപോലെ തന്നെ ഇവിടെ വിശിഷ്ട
അതിഥിയായി എത്തിയിരിക്കുന്ന ഫാദർ ആന്റണി, KMRM പ്രസിഡന്റ് മിസ്റ്റർ മാത്യു ജോസഫ്, KMCA പ്രസിഡന്റ് മിസ്റ്റർ മാത്യു ജോസഫ്, KMRM പ്രസിഡന്റ് മിസ്റ്റർ KV ജോൺ, KKCA സെക്രട്ടറി ജോൺസൺ, ട്രഷറർ റെജി, മറ്റ് ഇവിടെ എത്തിയിട്ടുള്ള ജ്ഞാനായ സഹോദരങ്ങളെ, ആദ്യമായി ഇവിടെ എത്തിയിട്ടുള്ള ഏവർക്കും എന്റെ വ്യക്തിപരമായ പേരിലും KKCയുടെ പേരിലും ഓണാശംസകളും ഒപ്പം ജൂബിലിയുടെ മംഗളങ്ങളും നേരുന്നു. അത്തച്ചമയ ആഘോഷങ്ങളോടുകൂടി 10 ദിവസത്തെ ഓണം ആഘോഷങ്ങൾ ആരംഭിക്കുകയാണ്. പൂക്കളവും പൂവിളികളുമായി മലയാളികൾ ഏത് ദേശത്തായാലും ഓണം ആഘോഷിക്കുന്നു. ഓണം കേരളത്തിന്റെ സാംസ്കാരിക തനിമ വിളംബരം ചെയ്യുന്ന ഈ ആഘോഷങ്ങൾ പ്രധാനമായും നമ്മുടെ പഴയ കാർഷിക സംസ്കാരവും മതസൗഹാർദ്ദവും വിളിച്ചോതുന്നവയാണ്. പ്രജാവത്സരനായ മഹാബലി തമ്പുരാൻ തന്റെ പ്രജകളെ കാണുന്നതിനായി വർഷം തോറും എത്തുന്നു. പഞ്ഞക്കർക്കടവും മാസത്തിലെ തോരാത്ത മഴയും ദാരിദ്ര്യവും കൊണ്ട് കർഷകൻ പട്ടിണി കിടന്ന് മടുത്ത് കർഷകൻ കൃഷി ഇറക്കി മാസങ്ങളോളം കാത്തിരുന്ന് തെളിഞ്ഞ ആകാശവും പൂത്തും കായ്ച്ചും പ്രകൃതി തന്നെ സുന്ദരിയായി ഞെളിഞ്ഞു നിൽക്കുന്ന വസന്തകാലം. ഈ വസന്തകാലത്തിലെ ചിങ്ങമാസത്തിൽ കർഷകൻ അവന്റെ കൃഷിയുടെ വിളവെടുപ്പ് നടക്കുന്നു. ഈ വിളവെടുപ്പ് കാലം അവൻ ആഘോഷിക്കുന്നു, ആടിത്തിമിർക്കുന്നു. കഠിനാധ്വാനത്തിന്റെ പ്രതിഫലം കിട്ടിയ സന്തോഷത്തിൽ അവൻ ആഘോഷിക്കുന്നു. പഴയകാല കാർഷിക സംസ്കാരത്തിന്റെയും മതസൗഹാർദ്ദത്തിന്റെയും ഓർമ്മയിലൂടെ നാം ഇന്നും ഈ ഓണം ആഘോഷിക്കുന്നു. എന്നാൽ ഇന്ന് മതസൗഹാർദ്ദം കുറഞ്ഞു വരുന്ന ഈ കാലഘട്ടത്തിൽ നിരീശ്വരവാദത്തിൽ നിന്നും ഉത്ഭവിച്ച അപജയങ്ങളുടെ കൂട്ടം സ്ഫോടനാത്മകമായി നമുക്ക് ചുറ്റും നിൽക്കുന്നു. പരാജിതരുടെ ഈ കൂട്ടം ഏത് സമയത്തും പൊട്ടിത്തെറിക്കാവുന്ന അവസ്ഥയിലാണ്. ഇപ്പോൾ ഈ പൊട്ടിത്തെറി ഒരു തുടക്കഥയായി മാറിയിരിക്കുന്നു. ക്രിസ്തീയ ദേവാലയങ്ങൾ ആക്രമിക്കപ്പെടുന്നു. എല്ലാ മതത്തിലും സമൂഹത്തിലുമുണ്ട് ഈ അപജയരുടെ കൂട്ടം, ഈ പരാജിതരുടെ കൂട്ടം. എല്ലാ മതത്തിലും സമൂഹത്തിലും ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി നാം ജാഗരൂകരായിരിക്കുക. ഉന്നതമായ നമ്മുടെ സംസ്കാരത്തിലും പാരമ്പര്യത്തിലും നിന്നുകൊണ്ട് സ്നേഹത്തിന്റെ പാതയിലൂടെ നമുക്കതിനെ ഒറ്റക്കെട്ടായി നേരിടാം. നമ്മുടെ ഭാരതീയ സംസ്കാരം മഹോന്നതമാണ്. വിവിധ മതസ്ഥരെയും ഭാഷക്കാരെയും എല്ലാ ജീവജാലങ്ങളെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഏകോദര സഹോദരങ്ങളെ പോലെ കഴിയുന്ന നമ്മുടെ സംസ്കാരമാണ് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ സംസ്കാരം. സാമ്പത്തികമായി നാം പിന്നിലാണെന്ന് ആര് പറഞ്ഞാലും സാംസ്കാരിക സമന്വയതയിൽ ഭാരതീയർ തന്നെയാണ് മുമ്പന്തിയിൽ. എല്ലാ സംസ്കാരവും പാരമ്പര്യവും വളരെ വിലപ്പെട്ടതാണ്. പൈതൃകമായി നമുക്ക് കിട്ടിയ ഈ സംസ്കാരം നമുക്ക് കാത്തു സൂക്ഷിക്കാം. ഇല്ലെങ്കിൽ പൂർവികരോട് ചെയ്യുന്ന നിന്ദയും വരും തലമുറയോട് ചെയ്യുന്ന അന്യായവുമായിരിക്കും. ഈ സുദിനത്തിൽ നമ്മെ സംബന്ധിച്ചോളം ഏറെ പ്രത്യേകതയുള്ളതാണ്. കാരണം ഓണാഘോഷങ്ങളോടൊപ്പം KKCയുടെ രജത ജൂബിലി ആഘോഷങ്ങളും ഇന്നിവിടെ നടത്തപ്പെടുകയാണ്. 1954 ജൂലൈ 1 ഏതാണ്ട് 50ഓളം